Hello, good morning. Shaila ma'am. ഗുഡ് മോർണിംഗ്. കേൾക്കാമോ സജ്ന? ഗുഡ് മോർണിംഗ്. ഹലോ സജ്ന, കേൾക്കാമോ? ഗുഡ് മോർണിംഗ്. Start ചെയ്തോളൂ മാം. കേൾക്കാമോ? എന്നെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് മാം. കേൾക്കാമോ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. എത്ര പേര്? 6 പാർട്ടിസിപ്പൻസ് അല്ലേ? എന്റെ വീഡിയോ ചിലപ്പോ വീഡിയോ ഓൺ ആകുമ്പോ കേൾക്കുന്നില്ല കേട്ടോ മാം. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ. സജ്ന മാമിന് കേൾക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ? എൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ? കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വിൻബിൾ അക്കാഡമിക്കും ഫൈസൽ സാറിനും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ഞാൻ ഷൈല നസീർ എന്ന് പറയും. തിരുവനന്തപുരത്താണ്, ശ്രീകാര്യത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞു തുടങ്ങുന്നത് പോലെ ഇന്നും ഞാൻ പറഞ്ഞു തുടങ്ങുന്ന പോയിന്റ്, ലൈഫ് ഈസ് എൻ ആർട്ട്. ഞാൻ എപ്പോഴും അത് പറയും, ജീവിതം ഒരു കലയാണ്. നമ്മുടെ ഈ ജീവിതം എന്ന കല മറ്റെല്ലാ കലകളും പോലെ അത്യന്തം ഭംഗിയായി നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായ ഒരുപാട് സ്കിൽസ് ഉണ്ട്. മറ്റേതൊരു കലയും പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഒരുപാട് സ്കിൽസ് പോലെ തന്നെ ജീവിതവും ഭംഗിയാക്കാൻ നമുക്ക് നമ്മൾ ഉൾക്കൊള്ളേണ്ട, നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ തിരിച്ചറിയേണ്ട ഒരുപാട് സ്കിൽസ് ഉണ്ട്. അതിലൊരു പ്രധാന സ്കില്ലാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് എംപതി. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്, എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ള, എല്ലാവരുടെ ഉള്ളിലും ഉള്ള ഒരു സംഭവം തന്നെയാണ്. അതിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എംപതി എന്താണ്? എംപതി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. എംപതി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുള്ള കാര്യം പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യം ഒന്ന് പറയൂ. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? മറ്റൊരാളുടെ അവസ്ഥ അത് സ്വന്തം അവസ്ഥ പോലെ കാണുന്ന ഒരു രീതി. അതായത് വേറൊരാളുടെ ഷൂസിൽ നിന്ന് അവരനുഭവിക്കുന്ന, അവര് നേരിടുന്ന പ്രശ്നങ്ങളെ അതേ രീതിയിൽ, അതേ ഇന്റൻസിറ്റിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, വളരെ നല്ലത്, വളരെ കറക്റ്റ്. മറ്റൊരാളുടെ ഫീലിങ്സ് അവരെ പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ്. ഇനി എപ്പോഴാണ് മറ്റുള്ളവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? എപ്പോഴാണ്? എങ്ങനെയാണ്? മറ്റൊരാളുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഗുണം എന്താണ്? നമ്മൾ എപ്പോഴും പറയും മറ്റൊരാളുടെ ഫീലിങ്സിനെ അതേ ഇന്റൻസിറ്റിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. എപ്പോഴും നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുക? ഓരോ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് നമുക്കത് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ്, എപ്പോഴാണ് എന്നുള്ള ഒരു തലമാണ് ഞാൻ ഇന്നൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെ വരുമല്ലോ? ഇനി മറ്റുള്ളവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ചും കൂടി നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. എപ്പോഴും നമ്മൾ പറയും നമ്മൾ നമ്മുടെ കഴിവുകൾ അറിയണം, നമുക്ക് നമ്മുടെ വീക്ക്നെസ് അറിയണം, നമ്മുടെ പോരായ്മകളും നമ്മുടെ കഴിവുകളും ഒക്കെ നമ്മൾ അറിയണം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമുക്ക് ഒരു പാർട്ട് മറ്റുള്ളവരെ കൂടി നമ്മൾ അറിയണം എന്നുള്ളതാണ്. മറ്റുള്ളവരെ കുറിച്ച് കൂടി നമുക്കൊന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് വരുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇനി എപ്പോഴും നമ്മൾ പറയും മറ്റുള്ളവരുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണമെന്ന്. നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ഇറ്റ്സ് ബയോളജിക്കൽ
ഒരു ബയോകെമിക്കൽ പ്രോസസ്സാണ്. നമ്മുടെ ഫീലിങ്സ് എന്ന് പറയുന്നത്, നമ്മുടെ വികാരങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഒരാൾക്കുള്ള വികാരം അയാളുടെ ഓണാണ്, അയാളുടെ മാത്രമാണ്. ബയോളജിക്കലി നമ്മുടെ ഉള്ളിലുള്ള ചില കെമിക്കൽസ്, അതായത് അമിനോ ആസിഡ്സ് എന്നൊക്കെ പറയും. ഞാൻ അതിന് രാസ പദാർത്ഥങ്ങളുടെ പേരൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ഒരു രാസപ്രക്രിയ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിക്കൊണ്ടിരിക്കുന്ന അമിനോ ആസിഡ്സിന്റെ ആ ഒരു രാസപ്രവർത്തനം തന്നെയാണ് നമ്മുടെ ഇമോഷൻ. അപ്പൊ അതെങ്ങനെ മറ്റൊരാളിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുക, മറ്റൊരാൾക്ക് അത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക, അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സജിന മുസ്തഫ, സജിന മാം ലീവ് ചെയ്യുന്നു. ഓക്കെ, മെസ്സേജ് വന്നത് ഞാൻ വായിച്ചു എന്നുള്ളത് കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, കേൾക്കാം. ഓക്കെ മാം. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനുള്ളൊരു കഴിവ് നമുക്ക് ആർജിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കുറച്ചെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള. ഇനി എന്തിനാ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്? എന്തിനാ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്? എന്തിനാ? അതുകൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്തോളൂ. എന്തിനാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്? മറ്റുള്ളവരെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണമെന്ന് നമ്മൾ പറയും. എന്തിനാ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത്? മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്തിനാ നമ്മൾ മനസ്സിലാക്കുക? അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ ആ ചേഞ്ച് എന്താണ്? നമുക്ക് ജീവിതം കുറെ കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു നല്ല രീതിയിൽ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ, നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും അതിന്റെ യഥാർത്ഥ വിലയിൽ മനസ്സിലാക്കാൻ നമ്മളെപ്പോലെ മറ്റുള്ളവർക്കും അവകാശങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരോടൊപ്പം പങ്കുവെക്കുമ്പോഴാണ് അതിന് പൂർണ്ണത വരിക. യെസ്, വൈ നോട്ട്? മാൻ ഈസ് എ സോഷ്യൽ ബീയിങ് എന്ന നമ്മുടെ സമൂഹ ജീവിയാണ്. മറ്റുള്ളവരെ എത്രമാത്രം നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുമോ മറ്റുള്ളവരുമായിട്ട് അത്ര ഭംഗിയായി നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് അവരുമായി അത്ര നന്നായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക. ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ തന്നെയാണ് മനുഷ്യനെ ഒരു സോഷ്യൽ ബീയിങ് ആക്കി ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അപ്പോഴേ നമ്മുടെ ജീവിതത്തിനൊരു പ്രസക്തിയുള്ളൂ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇതിന്റെ ഒരു സയൻസിനെ കുറിച്ചാണ്. ഞാൻ മുമ്പ് ചോദിച്ചതിൽ നിന്ന് തുടങ്ങാണ്, എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. ശരിക്കും അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. നമുക്കൊരു സിസ്റ്റം യൂസർ ഒരു ഇന്റർഫേസിനെ കുറിച്ചൊക്കെ നമുക്കറിയാലോ നമ്മുടെ ടെക്നോളജിക്കലി പറയുമ്പോൾ. അതുപോലെ മറ്റുള്ളവരും നമ്മളും തമ്മിലുള്ള ഒരു ഇന്റർഫേസ്, ആ ഒരു ഇന്റർഫേസ് ആണ് എംപതി എന്ന് പറയുന്ന ഒരു സംഭവം. അത് ഈ ഇന്റർഫേസ് എത്രത്തോളം ഭംഗിയാവുന്നോ അത്രത്തോളം യൂസറിനും സിസ്റ്റത്തിനെയും തമ്മിൽ ആ മെസ്സേജസ് കൺവേ ചെയ്യപ്പെടും. അതുപോലെയാണ് മനുഷ്യനും തമ്മിൽ ആ ടു പേഴ്സൺസ് തമ്മിലുള്ള ഒരു ഇമോഷൻസ്, ആ ഒരു മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നത് എത്രമാത്രം ശക്തമായിട്ടാണോ അത്രയും ശക്തമായിരിക്കും നമ്മളിലുണ്ടാകുന്ന ആ ഒരു എംപതി എന്ന് പറയുക. മറ്റുള്ളവരെയും നമ്മളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു സംഭവം, ആ ഒരു ഇന്ററാക്ടിങ് പോയിന്റ്, അതാണ് എംപതി എന്നതുകൊണ്ട് ശരിക്കും അതിൻ്റെ ഒരു സയൻസ് അതാണ്. അതിന് ഞാനൊന്ന് റിലേറ്റ് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റം യൂസർ ഇന്റർഫേസുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. എംപതി എന്ന് പറയുന്നത് ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ്. ഒരു ഇന്ററാക്ടിങ് പോയിന്റ് ആണ് മനുഷ്യർ തമ്മിൽ, രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള ഒരു ഇന്ററാക്ടിങ് പോയിന്റിനെയാണ് നമ്മൾ ആക്ച്വലി എംപതി എന്ന് പറഞ്ഞ് നമ്മളൊന്ന് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് കൺവേയിങ് മെസ്സേജസ് ഫ്രം സിസ്റ്റം ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് യൂസർ. ഒരു സിസ്റ്റവും യൂസറും തമ്മിലുള്ള ഒരു മെസ്സേജസ് കൈമാറുന്നതാണ് ഇന്റർഫേസ്. ആ സെയിം ഇന്റർഫേസിനോടാണ് നമ്മുടെ ഒരു എംപതി എന്ന് പറയുന്ന ആ ഒരു ഇമോഷനെ, ആ ഒരു സംഭവത്തെ നമ്മൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ആക്ച്വലി മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു സോഷ്യൽ ലൈഫിനെ എൻഹാൻസ് ചെയ്യുന്നു. സോഷ്യൽ ലൈഫിനെ എൻഹാൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവരും മനസ്സിലാക്കും. നമ്മുടെ ലൈഫിൽ ആ ഒരു ഈസിനെസ് ഉണ്ടാവും. റിലേഷൻഷിപ്പ് ഭംഗിയാവുമ്പോൾ ജീവിതത്തിന് കുറെ കൂടി ആസ്വാദ്യത വരും. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ ഒരു പിന്നിലെ സയൻസ് ആണ്, ബ്രെയിൻ ആക്ടിവിറ്റിയാണ്. ബ്രെയിനിലൊരു 3 പാർട്സ് ഉണ്ട്. നമ്മുടെ എംപതി വർക്ക് ചെയ്യുന്നതിന് എങ്ങനെയാ എന്ന് ചോദിച്ചാൽ അതിനൊരു 3 പാർട്സ് ഉണ്ട്.
ആ 3 പാർട്സ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. 3 കാര്യങ്ങളാണ്. നമ്പർ 1 എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ് ഓഫ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ ഒരു ആവശ്യം നമുക്ക് മനസ്സിലാവണം. എവിടെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിന് നമ്മൾ ആദ്യം നമുക്ക് മനസ്സിലാവേണ്ടത് അവരുടെ ആവശ്യമാണ്. ഫസ്റ്റ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമുക്ക് മനസ്സിലാവുക. സെക്കൻഡ് വൺ, നമ്മളൊരു മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എൻഗേജ്മെന്റ് ഉണ്ടാവണം. സംതിങ്, ഒരു റിലേഷൻ നമ്മുടെ ബ്രെയിനിൽ, മറ്റുള്ളവരുടെ ബ്രെയിനും നമ്മുടെ ബ്രെയിനും തമ്മിലൊരു ചെറിയ റിലേഷൻ ഉണ്ടാവണം. മൂന്നാമത്, നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു സെൻസ് നമുക്കുണ്ടാകണം. ദ സെൻസ് ഓഫ് ഹെൽപ്പ്. എംപതി വർക്കൗട്ട് ചെയ്യുമ്പോൾ നടക്കുന്ന 3 പ്രോസസ്സസ് ആണ് ഞാൻ പറയുന്നത്. ബ്രെയിനിൽ നടക്കുന്ന 3 പ്രോസസ്സസ് ആണ്. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് നീഡ് ഓഫ് അതേഴ്സ്. സെക്കൻഡ് വൺ, ദ മ്യൂച്വൽ എൻഗേജ്മെന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എൻഗേജ്മെന്റ് ഉണ്ടാവണം. മൂന്നാമത്, ദ സെൻസ് ഓഫ് ഹെൽപ്പ്, ഒരു ഹെൽപ്പിന്റെ സെൻസ് നമുക്കുണ്ടാവണം. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവണം. ഈ 3 കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഒരു പാർട്ടിനെ പറ്റിയാണ് ഞാൻ ജസ്റ്റ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എംപതി വർക്കൗട്ട് ചെയ്യുന്നത്, നമ്മുടെ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന 3 പാർട്സ് ആണ്. എംപതിയുടെ 3 പാർട്സ് ആണ്. ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ് ഓഫ് അതേഴ്സ്. സെക്കൻഡ്, മ്യൂച്വൽ എൻഗേജ്മെന്റ്. തേർഡ്, ദ സെൻസ് ഓഫ് ഹെൽപ്പ്. ഇനി ഇത് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെയാണ്, ഏത് സാധനങ്ങളിലൂടെയാണ് നമ്മുടെ ബ്രെയിനിൽ ഇത് ഉണ്ടാകുന്നതെന്നാണ്. ഇത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സയൻസ് ഓഫ് എംപതിയാണ്. എംപതി എങ്ങനെ ഉണ്ടാകുന്നു നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ ആ എംപതിയുടെ ഒരു ശാസ്ത്രമാണ് ഞാൻ ഇന്ന് പറയുന്നത്. 3 പാർട്സ് ആണ് എംപതിക്കുള്ളത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയണം. മ്യൂച്വലി ഒരു എൻഗേജ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. 3, അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സെൻസ് ഓഫ് ഹെൽപ്പ് ഉണ്ടാവണം. ഈ 3 സംഭവം നടന്നാലേ എംപതി വർക്കൗട്ട് ആവുള്ളൂ. അതിന് നടക്കുന്ന 3 ആക്ടിവിറ്റി, ബ്രെയിൻ ആക്ടിവിറ്റികളെ കുറിച്ചാണ് അടുത്ത് ഞാൻ പറയുന്നത്. ഈ 3 കാര്യങ്ങളും സംഭവിക്കാൻ, ഈ 3 കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിന്റെ 3 പാർട്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, അമിഗ്ദല എന്ന് പറയും. അമിഗ്ദല എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട്സ് ഡേഞ്ചർ എന്നാണ് സയൻസ് പറയുക. നമ്മുടെ ബ്രെയിനിൽ ന്യൂറൽ കണക്ഷൻസ് അല്ലേ, അതിന്റെ ഒരു വലിയ കണക്റ്റീവ് ഒരു മൊബൈൽ നെറ്റ്വർക്ക് പോലുള്ള ഒരു നെറ്റ്വർക്കിന്റെ ഒരു പാർട്ടാണ് അമിഗ്ദല. ഈ അമിഗ്ദലയാണ് നമ്മുടെ ഇമോഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ഇന്റർപ്രറ്റ് ചെയ്യുന്നതും. നമ്മുടെ ബ്രെയിനിലുള്ള വികാരങ്ങളെ ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരുന്ന, തിരിച്ചറിയിപ്പിക്കുന്ന, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കുന്ന പാർട്ടാണ് അമിഗ്ദല. സെക്കൻഡ് വൺ, ACC എന്ന് പറയും, ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന് പറയും. അത് ഈ നമ്മൾ അമിഗ്ദല തിരിച്ചറിയിക്കപ്പെടുന്ന ആ വികാരങ്ങളിൽ ഇറ്റ് ഡിറ്റക്ട്സ് ദ കോൺഫ്ലിക്ട്സ്. ഇമോഷണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പാർട്ടാണ് ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് അമിഗ്ദല, അതാണ് നമ്മുടെ ഇമോഷൻസിനെ ഇന്റർപ്രറ്റ് ചെയ്യുക. സെക്കൻഡ്, നമ്മുടെ ആ ഇമോഷണൽ കോൺഫ്ലിക്ട്സിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന, തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പാർട്ടാണ് ACC എന്ന് പറയും, ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന് പറയും. മൂന്നാമതൊരു പാർട്ടുണ്ട്, ഇൻസുല എന്ന് പറയും. ഇൻസുല ഈ ആക്ച്വലി അമിഗ്ദല മനസ്സിലാക്കി തരുന്ന ഇമോഷനെ നമ്മുടെ ACC ഡിറ്റക്ട് ചെയ്യിക്കും. അതിനകത്ത് കോൺഫ്ലിക്ട്സിനെ ഡിറ്റക്ട് ചെയ്യിപ്പിക്കും. അതിനെ നമ്മുടെ ഒരു പ്രോസസ്സ്, എംപതിയുടെ പ്രോസസ്സിലേക്ക് കൊണ്ടുപോകുന്നത് മൂന്നാമത്തെ പാർട്ടാണ്. അതായത് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്ന പാർട്ടാണ് ഇൻസുല എന്ന് പറയും. ഇൻസുലാർ കോർട്ടെക്സ് എന്നാണ് പറയുന്നത്. അത് ചുരുക്കി ഇൻസുല എന്ന് പറയും. അതാണ് ആക്ച്വലി നമ്മളെ എംപതിയിലേക്ക് നയിക്കുന്ന സാധനം. അതാണ് ഞാൻ കടുകട്ടി വാക്കുകൾ പറയുന്നു എന്നല്ല, ഇതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയിലെ 3 പാർട്ടുകളാണ്. ഒന്ന് അമിഗ്ദല, ഒന്ന് ACC, ദാറ്റ് ഈസ് ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ്. തേർഡ് വൺ ഇൻസുല. ഈ ഇൻസുല എന്ന് പറയുന്ന സാധനമാണ് നമ്മളെ എംപതിയിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. അത് ശരിക്കും കണക്റ്റഡ് ടു മിറർ ന്യൂറോൺസ് ആണ്. മിറർ ന്യൂറോൺസിനെ കുറിച്ച് പറയാതെ നമുക്ക് എംപതി പറയാൻ പറ്റില്ല. മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു മിറർ എന്താ ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യുക അല്ലേ.
അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന, അതായത് മറ്റുള്ളവരെ ഇപ്പോൾ ഒരാൾ കരയുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് അതേ വികാരം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന, അതിനെ സഹായിക്കുന്ന ഒരു ന്യൂറോൺസ് സിസ്റ്റമാണ് മിറർ ന്യൂറോൺസ്. അത് നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിലുണ്ട്. അതാണ് മിറർ ന്യൂറോൺസ്. ആ മിറർ ന്യൂറോൺസ് ആണ് ശരിക്കും ഫയറപ്പ് ആകും. ചില സിറ്റുവേഷൻസിൽ മറ്റുള്ളവരുടെ ഫീലിങ്സ് കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അതൊന്ന് ഫയറപ്പ് ആയാലേ നമുക്ക് എന്ത് പറ്റുള്ളൂ, നമുക്കും അതേ ഫീലിങ്സ് ഫീൽ ചെയ്യുള്ളൂ. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ 3 ചോദ്യത്തിന്റെ ഉത്തരം നിൽക്കുന്നത്. ഒന്ന്, എപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയുക? എന്തിനാ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ മറ്റുള്ളവരുടെ ഫീലിങ്സ്, നമ്മൾ പറയും മറ്റുള്ളവരുടെ ഫീലിങ്സ് അതേ അർത്ഥത്തിൽ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണം എന്നുള്ളത്. ആ കഴിയണമെങ്കിൽ ബ്രെയിനിൽ ഇത്രത്തെ പരിപാടികളൊക്കെ നടക്കണം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു സയൻസ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ 2 പോയിന്റ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ, ഈ എമ്പതി എന്ന് പറയുന്ന സാധനം വർക്കൗട്ട് ആകുമ്പോൾ നമുക്ക് അത് വർക്കൗട്ട് ആണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ: ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ് ഓഫ് അതേഴ്സ്. സെക്കൻഡ് വൺ, ഒരു മ്യൂച്വൽ എൻഗേജ്മെന്റ് നടക്കണം. തേർഡ് വൺ, നമുക്ക് ഒരു സെൻസ് ഓഫ് ഹെൽപ്പ് ഉണ്ടാവണം. ഈ 3 കാര്യം നടക്കണം. ഈ 3 കാര്യം നടക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ 3 പാർട്ടുകളാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ഫസ്റ്റ് വൺ അമിഗ്ദലയാണ്, അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ അല്ലെ നമ്മുടെ ഇമോഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യണം. 2, ACC, ആ സാധനം, ഈ റെക്കഗ്നൈസ് ചെയ്ത സാധനത്തിൽ ഇമോഷണൽ കോൺഫ്ലിക്ട്സിനെ ഡിറ്റക്ട് ചെയ്യണം. 3ാമത് ഇൻസുല, ഡിറ്റക്ട് ചെയ്യുന്നതിനെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മളെ ഒന്ന് സഹായിക്കണം, നമ്മളെ ഒന്ന് ചെയ്യിപ്പിക്കണം. അതാണ് ഇൻസുല എന്ന് പറയുന്നത്. ആ ഇൻസുലയാണ് ആക്ച്വലി മിറർ ന്യൂറോൺസുമായി കണക്റ്റഡ് ആയിരിക്കുന്നത്. മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നതാണ് ആ ന്യൂറോൺ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്രെയിനിൽ നമുക്ക് മറ്റുള്ളവരുടെ വികാരങ്ങൾ കാണുമ്പോൾ അതിനെ നമുക്ക് നമ്മുടെ ബ്രെയിൻ ഒന്ന് ഫയറപ്പ് ചെയ്യുന്ന സംഭവം. ഇത്രയും മാത്രമേ 2 കാര്യങ്ങളാണ് ഞാൻ എമ്പതിയുടെ പിന്നിൽ ഒരു സയൻസിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. നമുക്ക് ഇങ്ങനെ നമ്മുടെ ബ്രെയിനിലെ ആക്ടിവിറ്റി വരുമ്പോഴാണ് നമ്മൾ എമ്പതി ഇൻ ആക്ഷൻ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എമ്പതി നമുക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ഇത് വലിയ കാര്യമൊന്നുമല്ല, എല്ലാവരിലും ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു സംഭവമാണ്. അതിനെ നമ്മളൊന്ന് തിരിച്ചറിയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റിൽ നമ്മൾ എമ്പത്തറ്റിക് ആകണമെങ്കിൽ, ഈ ഒരു കണക്ഷൻസ് ഭംഗിയായി ഈ ഒരു ഇന്റർഫേസ് വർക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വൺ, നമ്മൾ ആക്റ്റീവ് ലിസണർ ആയിരിക്കണം. മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. എപ്പോഴാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. അതിനെ വീണ്ടും ഞാൻ കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുക, എങ്ങനെയാണ് അതിന്റെ പിന്നിലെ ബ്രെയിൻ ആക്ടിവിറ്റിയും സയൻസും ഞാൻ പറഞ്ഞു. ഇനി നമ്മുടെ ചില ആക്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ, നമുക്ക് മറ്റുള്ളവരെ ആക്റ്റീവായിട്ട് നമുക്ക് ലിസൺ ചെയ്യണം. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ ശ്രമിക്കണം. അല്ലെ, നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ചാൽ മാത്രമേ, ഫസ്റ്റ് അതിന്റെ ബേസിസ് അതാണ്. എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും ഒക്കെ പറയാറുണ്ട്, മറ്റുള്ളവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ, അവരെ ലിസൺ ചെയ്താൽ മാത്രമേ നമുക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ആക്റ്റീവ് ലിസണിങ്. സെക്കൻഡ് വൺ വേറൊന്നുമല്ല, ഹെൽപ്പിംഗ് ആണ്. നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ കഴിയുന്നു, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. വികാരങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അവരെ എവിടെയെങ്കിലും നമുക്കൊരു ആക്ഷൻ ഓഫ് ഹെൽപ്പ് എടുക്കുക. 3, ഈ ആക്ഷൻ ഓഫ് ഹെൽപ്പ് എടുക്കുമ്പോൾ തന്നെ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മുടെ തലയിലെത്തും. അതാണ് മാം ആദ്യം പറഞ്ഞ മറ്റുള്ളവരുടെ ഷൂസിൽ കയറിപ്പോകാൻ കഴിയുക എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരെ ആ ഒരു ഫീലിങ്സ് അതേ ഇന്റൻസിറ്റിയിൽ ഫീൽ ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ് എന്നാണ് എമ്പതി പറയുന്നത്. ഫീൽ ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ അതേ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ അവരുടെ പ്രശ്നത്തെ നമുക്ക് കാണാൻ കഴിയുക. പ്രശ്നങ്ങളെ അവരുടെ കാഴ്ചപ്പാടിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുക. ഒരാൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ അവർ എങ്ങനെ അതിനെ കാണുന്നു അതുപോലെ നമുക്ക് കാണാൻ കഴിയുക. ഫോർത്ത് വൺ, ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഈ ഒരു ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായ ഒരു തോളിലൊരു തട്ടൽ തന്നെ ആവാല്ലേ ശരിക്കും. അവർക്കൊപ്പം ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർക്കൊപ്പം ഒന്ന് അവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കുന്നു എന്നൊരു തോന്നൽ, ഒരു ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായ ഒരു സപ്പോർട്ട് കൊടുക്കാൻ കഴിയുക. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്. എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ, ദയാപൂർവമായ പ്രവർത്തികൾ പർപ്പസ്ഫുള്ളി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുക. ഇതൊക്കെ നമുക്ക് നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് എമ്പതി കൊണ്ടുവരാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ഒരു ആക്റ്റീവ് ലിസണർ ആയിരിക്കുക.
ആക്റ്റീവ് ലിസണിങ്. സെക്കൻഡ് വൺ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. തേർഡ് വൺ അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് പെർസ്പെക്റ്റീവ്, മറ്റുള്ളവരുടെ ഒരു പെർസ്പെക്റ്റീവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ദെൻ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ടാണ് ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയുക. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയണമെന്നില്ല, പക്ഷെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് അവർക്കൊരു തോന്നൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അവർക്ക് തോന്നലുണ്ടാകുക എന്നുള്ളത്, നമുക്ക് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുക എന്നുള്ളതല്ല. അയ്യോ, അവരുടെ കാര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് നമ്മുടെ ഉള്ളിലുണ്ടായാൽ പോരാ, അത് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം എന്നുള്ളതാണ്. അവർക്ക് അവരുടെ ഇമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കിയെന്ന് അവർക്ക് തോന്നണം എന്നുള്ളതാണ് പ്രധാനം. ദാറ്റ് ഈസ് ദ ഇമോഷണൽ സപ്പോർട്ട്. അവർക്ക് തോന്നണമെങ്കിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൈൻഡ്നസ് ആക്റ്റുകൾ, ദയാപൂർവമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടായാൽ അവർക്ക് മനസ്സിലാകും. അപ്പൊ അവർക്ക് അങ്ങനെ മനസ്സിലാകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഈ ഒരു എമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ് ഉള്ളവർ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടോക്കിൽ ഞാൻ അതിനെ ഫോക്കസ് ചെയ്യുന്നൊരു സാധനം, നമ്മൾ എപ്പോഴും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന, നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളിലും ബാക്കിയുള്ളവരിലും ഒക്കെ മറ്റുള്ളവരെ കൂടി ഇത് ഇമ്പാർട്ട് ചെയ്യാൻ എങ്ങനെ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അത് നമ്മൾ അറിയണമെങ്കിൽ എമ്പതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. ഒരാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്, ഒരാൾ എമ്പതറ്റിക് ആയത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരാൾ എമ്പതറ്റിക് ആകാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പോലും അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ എമ്പതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എമ്പതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 3 എണ്ണമാണ്. അതൊരു ഫസ്റ്റ് വൺ, ഒരു 3 ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളിലെ എമ്പതിയെ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു 3 ഘടകങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഫസ്റ്റ് വൺ പേരന്റിങ് തന്നെയാണ്. നമുക്ക് കുട്ടികളെയൊക്കെ വളർത്തുമ്പോൾ അവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലായി എന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നിയാലല്ലേ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കണമെന്ന് തോന്നുള്ളൂ. ആലോചിച്ച് നോക്കൂ, കുഞ്ഞുങ്ങൾ പല കാര്യങ്ങളും പേരൻസിനോട് പറയുമ്പോൾ അവർ കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിക്കുകയും അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ പേരൻസ് ഇടുന്ന ഒരു എഫർട്ട് കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യും. അവരിൽ കുഞ്ഞിലേ തന്നെ ആ ഒരു എമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ് ഉറയ്ക്കാൻ അത് സഹായിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കൂല, അല്ലെങ്കിൽ അച്ഛൻ കേൾക്കൂല, അവരുടേതായ രീതിയിൽ അവർ പറയുന്നത് ഞാൻ അനുസരിച്ച് ജീവിച്ചോണം എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാടെന്ന് കുട്ടിക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവനിലും ആ എമ്പതി ഉണ്ടാവണമെന്നില്ല. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും എന്ത് ടോക്ക് പറയുമ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ്, അടുത്തൊരു തലമുറയെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ പാരന്റിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യണം നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യണം. ആ തരത്തിലുള്ളൊരു പാരന്റിങ് നടത്തിയാൽ തന്നെ കുഞ്ഞുങ്ങളിൽ ആ ഒരു എമ്പതി ഡെവലപ്പ് ചെയ്ത് വരും. അവർ പറയുന്ന സാഹചര്യങ്ങളിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്ന് അവർക്കൊന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം പാരൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഉറപ്പായിട്ടും ആ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർ എമ്പത്തറ്റിക് ആയിട്ട് തന്നെ വളരും. 2, ചില എക്സ്പീരിയൻസസ് ആണ്. നമ്മളെ ചെറുപ്പത്തിലേക്ക് നമ്മളെ സ്വാധീനിച്ചിരിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവും. ചിലപ്പോൾ ട്രോമയിൽ നിന്നൊക്കെ ഒരുപാട് അനുഭവങ്ങളൊക്കെ അനുഭവിച്ച് വരുന്ന ആളുകളിൽ ഈ എമ്പതിയുടെ അളവ് വ്യത്യാസം ഉണ്ടാവും. അവർക്ക്, എനിക്ക് തോന്നുന്നു സയൻസ് പറയുന്നത്, അങ്ങനെ അനുഭവിച്ചവർക്ക് മറ്റുള്ളവരുടെ അനുഭവത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉറച്ചിരിക്കുമ്പോൾ എനിക്കിത് പലരും പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, എനിക്ക് ഈ പറയുന്നത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബിക്കോസ് എനിക്കും ഇത് അനുഭവമുണ്ട്, അതുകൊണ്ട് എനിക്കിത് മനസ്സിലാക്കാൻ കഴിയും എന്ന് നമ്മൾ പറയാറില്ലേ. സെയിം സാധനമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ നമ്മളെ അതുപോലെ ഏറെക്കുറെ കടന്നു പോകുന്ന ആളുകളെ കാണുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ പാരന്റിങ് ആണ്. സെക്കൻഡ് വൺ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്, എക്സ്പീരിയൻസസ്. മൂന്നാമത്തത് കറക്റ്റായിട്ട് ജീൻസ് തന്നെയാണ്. അതായത് നമുക്ക് ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ജീൻ, അതിൻ്റെ ഒരു ഷേപ്പും അതിൻ്റെ കോമ്പോസിഷനും ഒക്കെ അത് നമ്മുടെ കയ്യിലല്ല. ശരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ജനറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിനെയും നമ്മുടെ ഈ ഫീലിങ്സിനെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് എമ്പതിയെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന 3 ഘടകങ്ങൾ. ഇനി പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സമയമായി എന്ന് തോന്നുന്നു. 2 കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് എമ്പതി.
രണ്ട് ടൈപ്പ് എമ്പതി ഉണ്ട്. ഫസ്റ്റ് വൺ ആക്റ്റീവ് എമ്പതി, സെക്കൻഡ് വൺ കോഗ്നിറ്റീവ് എമ്പതി. ആക്റ്റീവ് എമ്പതി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഏറെക്കുറെ ഉണ്ട്. കാര്യം ഒരാൾ കരയുമ്പോൾ നമുക്കും കരയാൻ തോന്നും. അയ്യോ, അവർ കരയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ കരച്ചിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതേ ഒരു ഫീലിംഗ് നമുക്കിങ്ങനെ ഉണ്ടാവും. മിറർ ന്യൂറോൺസ് ഉള്ളത് കൊണ്ടാണ് അതേ ഫീലിങ്സ്. അതിന് കൂടെ കരയാൻ തോന്നും. പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ആ ഒരു മറ്റുള്ളവന്റെ ഫീലിങ്സിന് അതുമായി പെട്ടെന്ന് താതാത്മ്യം പ്രാപിച്ചു പോകുന്ന ഒരു എമ്പതിയാണ് ആക്റ്റീവ് എമ്പതി എന്ന് പറയുന്നത്. അതിന് ഞാനൊരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, മറ്റേ വ്യസന സമേതം, എന്താണ്, ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. നമ്മുടെ അടുത്തുള്ള ഒരു ടീമാണത്, തോന്നിക്കൽ ടീമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മളും കണ്ടു. അതിൽ ശരിക്കും പറഞ്ഞാൽ അടിയട എന്ന് പറയുമ്പോൾ വേറൊരാളിനോടാണ് ബൈജുകുമാർ പറയുന്നത് അടിയട അടിയട എന്ന്. പക്ഷെ അത് കേട്ടോണ്ട് കൂടെ നിന്ന ആള് ചാടിക്കൊരു ഒറ്റയടിയും അടിക്കുകയാണ്. എന്താ വെച്ചാൽ ഇത് ഇയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഇയാൾക്ക് എന്നോടാണ് പറയുന്നത് എന്നുള്ള ആ ഒരു ഇതങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ചാടിക്കൊരു ഒറ്റയടി. അത് ശരിക്കും പറഞ്ഞ ആ സിനിമയുടെ ഏറ്റവും വലിയൊരു ഒരു ഹ്യൂമറാണ് അത്. അത് വേറൊരു സത്യം. അപ്പൊ അത് അവിടെ വർക്കൗട്ട് ചെയ്യുന്നത് എമ്പതിയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അവിടെ വർക്കൗട്ട് ചെയ്യുന്ന എമ്പതി എന്ന് പറയുന്നത് ആക്റ്റീവ് എമ്പതിയാണ്. നമുക്ക് പലപ്പോഴും ചില വഴക്കും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അറിയാതെ നമ്മൾ അതിനകത്ത് കയറി അങ്ങ് ഇടപെട്ട് നമ്മൾ ചെയ്തു പോകും. എന്തുകൊണ്ടാണ്? അത് നമ്മളാണ്, ഞാനാണ് അതില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലേ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി നമ്മൾ ചാടിക്കറി ചെയ്തു പോകും. അത് എമ്പതി ഉള്ളവർ തന്നെയാണ്, ആക്റ്റീവ് എമ്പതിയാണ്. സെക്കൻഡ് വൺ ആണ് കോഗ്നിറ്റീവ് എമ്പതി എന്ന് പറയും. അത് കുറച്ചുകൂടി ചിന്തിക്കുന്ന ഒരു എമ്പതിയാണ്. മീൻസ് ഒരാള് ഇപ്പം ഒരു പ്രശ്നം നടക്കുകയാണ്. ആ പ്രശ്നം നടക്കുമ്പോൾ ചാടിക്കേറി ഞാൻ അയാളാണ് ഞാൻ എങ്ങനെയെന്നുള്ളത് ചെയ്യുന്നതിന് പകരം അതിനോടൊപ്പം അത് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കുക. എന്താണ് അയാളുടെ പ്രശ്നം എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആ പ്രശ്നത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് എമ്പതി. ഫസ്റ്റ് വൺ, ആ ഇമോഷൻസ് അതുപോലെ നമ്മളെ റിഫ്ലക്ട് ചെയ്തിട്ട് അതുപോലെ നമ്മൾ ആക്ട് ചെയ്യാന്നുള്ള. സെക്കൻഡ് വൺ ഈസ്, ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു. അപ്പൊ ആ പ്രോജക്റ്റിൽ അയാൾ ഒരു ബുദ്ധിമുട്ടിൽ ചെന്ന് നിൽക്കുകയാണ്. അയാൾക്കത് സ്ട്രെസ് സഹിക്കാൻ വയ്യാതെ മുന്നോട്ട് പോകുന്നില്ല. നമുക്കതിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അയാൾ ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അതിനെ ഫേസ് ചെയ്തേനെ, എനിക്ക് എന്ത് ഹെൽപ്പ് ഇതിൽ ചെയ്യാൻ പറ്റും എന്ന ആ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കി അയാൾക്ക് വേണ്ട വഴി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാൻ കഴിയുമ്പോഴാണ് അതൊരു കോഗ്നിറ്റീവ് എമ്പതി ആവുന്നത്. ഇത് രണ്ടും മനുഷ്യന് ആവശ്യമാണ്. എന്തിന്? മനുഷ്യന് സോഷ്യൽ ബീയിങ് ആകുമ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് കൂടി വേണ്ടി ജീവിക്കുന്ന ഒരാളാവുമ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്യുമ്പോഴാണ് ആക്ച്വൽ എമ്പതി ഉണ്ടാവുക. എമ്പതി എന്ന് പറയുമ്പോൾ ആക്ച്വൽ എമ്പതി എന്ന് പറയുന്നത് ഈ ആക്റ്റീവ് എമ്പതിയും നമ്മുടെ കോഗ്നിറ്റീവ് എമ്പതിയും മിക്സഡ് ആയിട്ട് വരുമ്പോഴാണ് അതൊരു ബാലൻസ് ആവണം. രണ്ടും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാവണം. ആക്റ്റീവ് എമ്പതി മാത്രം പോരാ, കോഗ്നിറ്റീവ് എമ്പതി മാത്രം പോരാ. ഈ ആക്റ്റീവ് എമ്പതിയും കോഗ്നിറ്റീവ് എമ്പതിയും ബാലൻസ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് മറ്റുള്ളവർക്കൊരു പ്രയോജനമുള്ള ആളായിട്ട് നമുക്ക് മാറാൻ പറ്റുക. മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമുള്ള ഒരാളായിട്ട് മാറാൻ കഴിയുന്ന നമ്മുടെ ഒരു സ്കില്ലാണ് എമ്പതി എന്ന് പറയുന്നത്. അത് ഭംഗിയായി പോകണമെങ്കിൽ ഈ രണ്ട് സാധനവും നമുക്ക് എന്തുണ്ടാവണം? രണ്ടും തമ്മിലൊരു ബാലൻസ് വേണം. ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഉണ്ട്, ആഞ്ചല ഡക്വർത്ത് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, സൈക്കോളജി പഠിച്ചവർക്കൊക്കെ അറിയാം. പുള്ളിക്കാരി പറയുന്നത് ആക്ച്വലി എമ്പതി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടാലന്റ്, ഒരു കഴിവ് തന്നെയാണ്. മറ്റ് നമ്മുടെ എല്ലാ കഴിവുകളും പോലെ ഒരു കഴിവ് തന്നെയാണ് ടാലന്റും. ഈ ഒരു ടാലന്റും അതിന് നമ്മൾ എടുക്കുന്ന ഒരു എഫർട്ടും കൂടെ ചേരുമ്പോഴാണ്, ഈ ടാലന്റ് എല്ലാവരിലും ഉണ്ട്, ഈ ടാലന്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ചില എഫർട്ട് കൂടി എടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അതൊരു സ്കില്ലായി മാറുക. ആ സ്കില്ല് വളരെ ഭംഗിയായി നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു സ്കില്ലാണ്. നമ്മളെപ്പോഴും പറയും ആളുകളുടെ ഇടയിൽ സ്റ്റാറുകളാകുന്ന ആളുകളുണ്ടല്ലോ, മറ്റുള്ളവരെ കൂടുതൽ 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 കണക്ഷൻസ് ഉള്ളവരാണ് സ്റ്റാർസ്, അല്ലേ? ഒരിടത്ത് ഒരു സിറ്റുവേഷനിൽ ഇറങ്ങുമ്പോൾ ചിലർ സ്റ്റാർ ആവും. എന്തുകൊണ്ടാണ്? അവര് എല്ലാവരുമായി കണക്ഷൻസ് ഉണ്ടാവും. മറ്റുള്ളവരുടെ മുന്നിൽ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവും, ഒരു കണക്ഷൻ, ഭംഗിയായ ഒരു കണക്ഷൻ ഉണ്ടാവും. ഈ കണക്ഷൻ ഉണ്ടാകുന്ന സ്റ്റാർസ് ആവണമെങ്കിൽ ഇങ്ങനെ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ അതിനകത്ത് വീണ്ടും എഫർട്ട് ഇടുമ്പോഴാണ് അതൊരു നല്ല അക്കംപ്ലിഷ്മെന്റ് ആയിട്ട് മാറുക. അപ്പോ സംഭവിക്കുന്ന എന്താ വെച്ചാൽ ഈ ആക്റ്റീവ് എമ്പതിയും നമ്മുടെ ഈ കോഗ്നിറ്റീവ് എമ്പതിയും ബാലൻസ്ഡ് ആയി വരുമ്പോൾ അതൊരു കമ്പാഷനേറ്റ് എമ്പതി ആയി മാറും. കമ്പാഷനേറ്റ് എമ്പതി
എമ്പതി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ലാസ്റ്റ് വേർഡ് കമ്പാഷനേറ്റ് എമ്പതി തന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന, മറ്റുള്ളവരെ ബൗദ്ധികമായി മനസ്സിലാക്കാൻ കഴിയുന്ന, മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന, ഫീലിങ്സും ഇന്റലിജൻസും കൊഗ്നിറ്റീവ് ഏരിയ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ എമ്പതി വർക്കൗട്ട് ആകുന്നത്, മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ കഴിയുക. ഇനി ഇതെല്ലാം എന്തിനാണ്? ഡീപ്പർ കണക്ഷൻസ് സമൂഹത്തിൽ നമുക്ക് നല്ല ഒരു സമൂഹ ജീവിയായി ജീവിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും ജീവിതം ആസ്വദിക്കാനും കഴിയുന്ന ഒരു നല്ല സ്കില്ലാണ് എമ്പതി എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ടാലന്റിനെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ എഫർട്ട് ഇടാൻ നമുക്ക് സഹായിക്കട്ടെ. ദൈവം നമുക്ക് സഹായിക്കട്ടെ. നമുക്കും എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് ഭംഗിയായി ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. സമയം 5 മിനിറ്റ് കൂടുതൽ എടുത്തു എന്ന് തോന്നുന്നു. ഞാൻ നിർത്തട്ടെ. താങ്ക് താങ്ക് യു യു വെരി മാം. മച്ച്. അടിപൊളി ക്ലാസ് ആയിരുന്നു. സൂപ്പർ. നല്ല ക്ലാസ് ആയിരുന്നു മാം. എമ്പതിയെ കുറിച്ച് എനിക്ക് അറിയുന്ന അറിവിനേക്കാൾ എത്രയോ അധികം എനിക്ക് ഇന്ന് കിട്ടി. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഒരു അവസരം കിട്ടിയതിൽ സന്തോഷം. മേഡത്തെ കുറിച്ചൊന്ന് പറയുമോ? എന്ത് ചെയ്യുന്നു? ഞാന് ഐ വാസ് എ ടീച്ചർ എന്ന് പറയാം. കാര്യം ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറായിരുന്നു. ഒരു 10-12 വർഷത്തോളം ടീച്ചർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഞാൻ. ഇപ്പോൾ ഈ മെയ് 31 ഞാൻ റിട്ടയർഡ് ആയിട്ടുണ്ട്. കൗൺസിലിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് പാസ്സായിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിൽ ഞാൻ 7th ബാച്ചിൽ പങ്കെടുത്തിരുന്നു. നൗ ഐ എം ഡൂയിങ് മൈ ജേർണലിസം കോഴ്സ് അറ്റ് ദി പ്രസ് ക്ലബ്. ഒരു കണ്ടൻസ്ഡ് കോഴ്സ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഈവനിങ് കോഴ്സ്. അത് റിട്ടയർമെന്റിന് മുമ്പ് തന്നെ ഞാൻ ചേർന്നിരുന്നു ഈവനിങ് കോഴ്സിന്. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്ക് 2 മക്കളാണ്. മൂത്ത മോന് ആർക്കിടെക്റ്റ് ആണ്, ഇളയ മോൻ മെഡിസിൻ ഫൈനൽ ഇയർ ആണ്. ഹസ്ബൻഡ് ഇവിടെ HLL വർക്ക് ചെയ്യുന്നു. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് എന്ന് പറയും, അവിടെ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അവർക്ക് റിട്ടയർമെന്റ് ഏജ് 60 ആണ്. സോ ഇനിയും ഞാൻ മുമ്പ് റിട്ടയർ ചെയ്തു. പുള്ളിക്കാരന് 3 ഇയേഴ്സ് കൂടിയുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് സെറ്റിൽഡ് ആണ് ഫോർ ദ ലാസ്റ്റ് 20 ഇയേഴ്സ്. ഒരു 20 വർഷമായി ട്രിവാൻഡ്രത്ത് സെറ്റിൽഡ് ആണ്. ശ്രീകാര്യത്താണ് ഞങ്ങളുടെ വീട്. ഞാനും തിരുവനന്തപുരത്താണ്. എവിടെയാ മാം? എവിടെയാണ്? പൂജപ്പുര. പൂജപ്പുര ലാറ്റക്സിലാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ ഇത് കൂട്ടത്തിന് അടുത്താണല്ലേ? ഞാനും ഒരു റിട്ടയർഡ് ടീച്ചറാണ്. എന്റെ പേര് ഉഷ. ഉഷ എവിടെന്നാണ്? എവിടെയായിരുന്നു? കോട്ടൺ ഹില്ല. കോട്ടൺ ഹില്ലയിൽ. എന്ന് റിട്ടയർ ആയി? ഞാൻ കുറെ വർഷമായി, 3 വർഷമായി. 22-ലായിരുന്നു. ഓക്കെ. ഈ വർഷം എന്റെ സ്കൂളിൽ നിന്ന് ഒരു ടീച്ചർ അങ്ങോട്ട് കോട്ടണിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഓക്കെ. ഞാൻ SSCയിലായിരുന്നു ടീച്ചറെ. അപ്പൊ ടീച്ചർക്ക് അറിയായിരിക്കുമല്ലോ. SSCയിലായിരുന്നു അല്ലേ? കണിയാപുരം BRCയിലായിരുന്നു ഞാൻ. ഓക്കെ. അറിയാം. ഓക്കെ. താങ്ക് യു. പരിചയപ്പെട്ടതിൽ സന്തോഷം. ഓക്കെ. 6 പേരേ ഉള്ളൂ. ഓക്കെ. അതെ, ഇന്നാള് കുറവായി. സജിന മാം ഇല്ല അല്ലേ? ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുള്ളത് നമ്മുടെ ജാസ്മിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജാസ്മിനെ ഇന്ന് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? സുഖമില്ലാതെ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.
താങ്ക് യു. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ളവർക്കൊന്നും സംസാരിക്കാനില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ബാക്കി എന്തെങ്കിലും ഉണ്ടോ, ഇനി എന്തെങ്കിലും നമ്മൾ പറഞ്ഞതിൽ മനസ്സിലാകായികയുണ്ടോ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. താങ്ക് യു. സ്വയം നമുക്ക് ആരുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സംസാരിക്കാൻ ആരും ഇല്ല എന്ന് തോന്നുന്നു. Okay, thank you. Thank you very much. I'm ending this session. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ?